ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വീഡിയോ എടുക്കാനൊരു സമയം കിട്ടുന്നില്ല, കൂടുതലായിട്ടും എഡിറ്റ് ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല. ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ കൊച്ചിൻ്റെ ബാപ്റ്റീസൊക്കെ ആയിട്ട് കുറച്ച് പരിപാടിയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് കിട്ടിയതുപോലെയൊക്കെ എടുത്ത് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി കെട്ടി ഒരു സ്ഥലം വരെ പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും ചേട്ടയും കൊച്ചും പിന്നെ അഗി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബോയ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അഗി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ, ഒരു 3 മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത് കുറച്ച് മാച്ചായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, കുറച്ച് കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു 2 എടുത്ത് വെച്ചു കേട്ടോ. ചേട്ടയും കൊച്ചും ഒരേ കളർ ഡ്രസ്സാണ്. എനിക്ക് ആ കളറിൽ ഡ്രസ്സ് ഇല്ലായിരുന്നു, ഇതിലും ഡാർക്കായിരുന്നു ഉള്ളത്. പിന്നെ ഞാനതിട്ടില്ല. അങ്ങനെ അവർ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ചെറിയൊരു കുശുമ്പ് കുത്തി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പണിയിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് പോകും വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ സ്ഥലത്തെത്തി. വേറെ എവിടെയല്ല, വാളാട് ആക്കി അവിടെ നിന്ന് പതിയെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ചേട്ടന്മാരെയുമായി നോക്കി, ആ ചേട്ടന്മാർ നമ്മളെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എവിടേക്ക് വരാൻ ഉദ്ദേശിച്ചു ആ സ്ഥലത്തേക്ക് മന്ദം മന്ദം നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചാണ് ആകി ഫോൺ പിടിച്ചേക്കുന്നത് നോക്കിയിട്ട് അങ്ങനെ അവനെ നോക്കിയിരിക്കുക. ഫോൺ കണ്ട അവൾ പിന്നെ വിടൂല, അവൾ അങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അഗീനോട്, അഗി കൊച്ചിനെ മാത്രം എടുത്താൽ പോരെ, എന്നെയും കൂടെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നടക്കുവാണ്. അങ്ങനെ ഞങ്ങളെത്തി. നിങ്ങൾ താഴെ കണ്ട് കാണുമല്ലേ? അതെ, ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വന്നേട്ടോ. അപ്പോൾ നാളെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഇന്ന് പോയി ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടോ. അപ്പോൾ അതിനാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അവളെയും കൊണ്ട് വന്നത്. അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നുമില്ല, ഒരു ജസ്റ്റ് ഡ്രസ്സ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവരങ്ങനെ അവിടെ സെറ്റ് ചെയ്യുക കേട്ടോ. ഒരു വൈറ്റ് ടവലോ എന്തോ ഒരു സാധനമൊക്കെ, നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയായിരുന്നേ. അതൊക്കെ വിരിച്ചിട്ട് അതിനകത്ത് കിടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കിടത്തിയപ്പോൾ അവൾ ഒരിത്തിരി കരഞ്ഞു. അവൾ കിടക്കണില്ല, അവൾക്ക് ഇങ്ങനെ നടക്കണം. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. ചേട്ടനെ നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ അവൾ. ഇതെന്താ പരിപാടി, ഇവരെന്താ എന്നെ കാണിക്കണം ഈശ്വര. ഇവൾക്ക് ഒന്നാമത് ചൂടെടുത്തിട്ട് ആ ഡ്രസ്സൊന്നും ഇട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അവൾക്ക് ചെറിയ മറ്റേ തുണീൻ്റെ ഉണ്ടല്ലോ എപ്പോഴും ഇടുന്നത്, അതേപോലത്തേക്ക് ഇടാനേ പറ്റുള്ളൂ. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കേ ചൂട്. ഇപ്പോൾ പിള്ളേർക്ക് സഹിക്കില്ലല്ലോ. പിന്നെ അവൾ ചൂടെടുത്തിട്ട് അങ്ങനെ ഇരിക്കണം. പിന്നെ ചേട്ടൻ പറഞ്ഞു, നീ ഒരു പൊട്ട് കുത്തി വെക്കടി. പൊട്ട് പോലും ഇല്ല. ഞാൻ അതിനുള്ള പരിശ്രമമൊക്കെ നടത്തി. ലാസ്റ്റ് അത് പരിചയപ്പെട്ടു. ലാസ്റ്റ് ഞാൻ ഇത് ആ ബോ വെച്ച് കവർ ചെയ്തൊക്കെ കൊടുത്തു. പൊട്ട് മായ്ക്കാനും സമ്മതിക്കുന്നില്ല, എന്നാൽ വെക്കാനും സമ്മതിക്കുന്നില്ല. പിന്നെ ആ ചേട്ടൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ തുണി പൊന്തിക്കുക. ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടുന്ന് തുണി പൊന്തിക്കും, വർത്താനം പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ട്. പിന്നെ ഇതന്നെ പരിപാടി. ഞാനവിടെ നിന്ന് കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചിരിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് പറയുന്നത്, ചേട്ടാ വീഡിയോ എടുത്തോ, കിട്ടിയോ, ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ 2-3 ഫോട്ടോ കിട്ടി. തൽക്കാലം അതും മതിയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ. ഇപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇരുന്ന് ചിരിക്കുന്നു, കയ്യിലിരിക്കാനായിട്ട് എന്നാ തിരിയുക, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേട്ടൻ എന്തോ പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച്, ഫോട്ടോ എടുക്കാൻ വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്തെങ്കിലും കുടിക്കുക. ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉറങ്ങണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. ചേട്ടയ്ക്കാണ് ടെൻഷൻ അടിച്ച് ഇല്ലാണ്ടായി. ചേട്ടൻ പകുതി ഇപ്പോൾ പോയി വീഴാനൊക്കെ പോയി. പിന്നെ അവന് വീഴാൻ പോയി. പിന്നെ ഞങ്ങൾ വെറുതെ ചില്ലൗട്ട് തന്നെ. നല്ല പൊഴി വെയിലാണ് കേട്ടോ. കൊച്ചിനതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് അടുത്തുള്ളൊരു കടയിൽ തന്നെ പോയി കേട്ടോ. അവിടെ പോയി ഇരുന്നു. ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അവർ രണ്ടുപേരെന്തോ 2 ഉപ്പ് സോഡയോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു. ഞാനൊരു ബ്ലൂ ലൈമും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ പുറത്ത് എന്തൊക്കെയോ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ നോക്കി അങ്ങനെ അവൾ ചില്ലൗട്ട് ചെയ്യണം. അങ്ങനെ എൻ്റെ ബ്ലൂ ലൈം എത്തി. എന്ത് കളറാണല്ലേ, കാണാൻ നല്ല രസമുണ്ടെങ്കിലും കുടിച്ചപ്പോൾ അത്ര വലിയ കൊള്ളത്തൊന്നുമില്ല. കാരണം വേറെ ഒന്നുമില്ല, അവരെന്തോ മറ്റേ ആ ബ്ലൂ കളർ കുറച്ച് കൂടുതലാക്കിപ്പോയി. എൻ്റെ എക്സ്പ്രഷൻ തന്നെ കണ്ടില്ല, ഭയങ്കര ഞാൻ പറയാം ഭയങ്കര ബ്ലൂ അതിൻ്റെ ചൊവയൊക്കെ എന്തോ ആണെന്നൊക്കെയാണ് ഞാൻ അവിടെ ഇരുന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ ആക്കി പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറയാം, കുറച്ചുകൂടി ഇത് കുറയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് മാറ്റി കൊണ്ടുതരാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് കട്ട്ലേറ്റും പിന്നെ ഇതെന്താണ് ഒരു ഉഡായിപ്പ് ബർഗർ. അങ്ങനെ ഞാനതൊക്കെ മാറ്റി വെച്ചു. അവരത് മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിൽ ഞാനിത് കഴിക്കാനുള്ള പരിപാടിയിലാണ്.
അങ്ങനെ അതൊക്കെ കഴിച്ച് ക്ഷീണിച്ചു. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇല്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ആ സ്റ്റുഡിയോയിൽ തന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു, കാരണം നമുക്ക് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഇതപ്പം നൈസായിട്ട് പുള്ളിക്കാരി ഉറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഉറക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ നൈസായിട്ട് വീട്ടിൽ പോയി.